കേൾക്കണേ മഹാലോകരെ നിങ്ങൾ സ്വൽപമായൊരു സൽക്കമാ പണ്ടു ഭീമദനം കഥയെ ഞാൻ വിസ്തരിച്ചിതാ ചൊല്ലുന്നു. പണ്ടു ശ്രീമതി എന്ന കന്യക വീണ പ്രാകൃത എന്ന സ്ഥലത്തു ചെന്നവൾ കുതിച്ചു ലക്ഷ്മിയെ തൽക്ഷണേ. കൊല്ലമായിരം സ്തുതിയെ ചെയ്തപ്പോൾ പ്രത്യക്ഷമായിരു ലക്ഷ്മിയും. കൊല്ലമായിരം സ്തുതിയെ ചെയ്തപ്പോൾ പ്രത്യക്ഷമായിരു ലക്ഷ്മിയും. മോക്ഷപ്രദമായ ചേമന്തി പുഷ്പം കൊണ്ടൊരു മാല നൽകിനാൻ. ആയതു വാങ്ങി തൻ്റെ ഗൃഹത്തേക്ക് മടങ്ങി വരുന്ന വഴിക്കഹോ സത്യലോകത്തെ വെച്ചു കണ്ടിത് ദുർവാസാവിനെ തൽക്ഷണേ. കന്യക തന്നെ കണ്ടു മഹർഷിയും വന്ദനം ചെയ്തു നിന്നിത്. ഇത്ര വലിയ മാമുനിയല്ലേ എന്നെ വന്നിച്ചു നിന്നിത്. ആയതുകൊണ്ട് നൽകണം മാല ദുർവാസാവിനെ എന്നവൾ. എന്നു നീഞ്ഞു കൊണ്ടു ഭംഗിയായി നൽകി മാമുനിക്കു മാലയും. തൻ്റെ ആയതു വാങ്ങി തൻ്റെ ഗൃഹത്തേക്ക് മടങ്ങി വരുന്ന വഴിക്കഹോ ദേവലോകത്ത് ഇന്ദ്രനു വേണ്ട മാല എന്നു നീലച്ചുടൻ. വളരെ ഭാഗ്യമാതുള്ള ഇന്ദ്രന് നൽകിനാൻ മാമുനി മാലയും. ആനയെ മേക്കും തോട്ടിയെ നീട്ടി വാങ്ങിടാനുടൻ മാലയും. ആനമസ്തകം തന്നിൽ വെച്ചിട്ട് ഇരുമുടി കെട്ടി ഇന്ദ്രനും. മാല സൗരഭ്യം കേട്ടു വണ്ടുകൾ വന്നൊരിങ്കാരം ചെയ്തിത്. ഉടനെ കരീന്ദ്രനും മാലയെടുത്തിട്ട് ചവിട്ടിയെറിഞ്ഞിരു ദൂരവേ. ഇതുകളെ കണ്ടു നിന്ന മഹർഷിയും കോപം കൊണ്ടൊന്നു ചൊല്ലിനാൻ. കേൾക്ക ഇന്ദ്ര മാല ഗുരുത്വവും എൻ്റെ വൈഭവം കേൾക്കാതെ ചെയ്ത കാരണത്താൽ നിന്റെ ഭാഗ്യവും ക്ഷീരായുധിയിലോടിക്കട്ടെ എന്ന് ശപിച്ചു മാമുനി തൽക്ഷണം. ക്ഷീരവാരിധിയിലൊളിക്കട്ടെ എന്ന്